ആർത്തവ സമയത്ത് എല്ലാവരുടെയും മെയിൻ കൺസേൺ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാകുന്ന അസഹ്യമായ അടിവയറ് വേദന. ചില പേഷ്യൻസ് പറയാറുണ്ട് 2-3 ദിവസം കിടക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് എന്ന്. ഈ വയറുവേദന 2 തരത്തിലുണ്ടാവും. ഒന്ന്, പ്രൈമറി ഡിസ്മെനോറിയ, അതായത് മെൻസസിൻ്റെ ആരംഭം തൊട്ട് തന്നെ അവർക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ എല്ലാ പീരീഡ്സിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ, രോഗാവസ്ഥയുമായി ബന്ധമില്ലാതെ കാണുന്ന വയറുവേദനയാണിത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡിസ്മെനോറിയ. ചില പ്രത്യേക അസുഖങ്ങൾ കാരണം വരുന്ന വയറുവേദനയാണിത്. അതായത് സാധാരണയായി ഗർഭാശയമുഴകൾ, അണ്ഡാശയമുഴകൾ, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, പെൽവിക് ഏരിയയിൽ ഉണ്ടാകുന്ന നീരിറക്കങ്ങൾ, ഇൻഫെക്ഷൻസ്, പോളിപ്പുകൾ, എക്ടോപിക് പ്രഗ്നൻസി പോലെയുള്ള കേസസിൽ ഉണ്ടാകുന്ന സിവിയർ ആയിട്ടുള്ള ഈ അടിവയറ് വേദനയെ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നു. മെൻസസോടനുബന്ധിച്ച് ഓരോ സ്ത്രീയിലും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഡിഫറെൻ്റ് ആണ്. അടിവയറ് വേദനയോട് കൂടെ ഓക്കാനം, ഛർദി, മൈഗ്രെയിൻ, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ബ്രസ്റ്റ് പെയിൻ, കാലിൻ്റെ തൊടഭാഗത്തേക്കുള്ള വേദന, ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് കാണാറുണ്ട്. ഹോമിയോപ്പതിയിൽ ഇതിന് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഫ്രം ഡോക്ടർ ഐശ്വര്യ. താങ്ക് യു.